ട്രെയിൻ നമ്പർ 12075 കോഴിക്കോട് നിന്നും ആലപ്പുഴ വഴി തിരുവനന്തപുരം വരെ പോകുന്ന കോഴിക്കോട് തിരുവനന്തപുരം ജൻശതാബ്ദി എക്സ്പ്രസ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. യാത്രികർ കൃപയ ധ്യാൻ ദേ ഗാഡി സംഖ്യ 1 യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 22113 ലോകമാന്യ തിലകിൽ നിന്നും കോട്ടയം വഴി കൊച്ചുവേളി വരെ പോകുന്ന ലോകമാന്യ തിലക് കൊച്ചുവേളി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. യാത്രികൾ കൃപയ ധ്യാൻ ദേ गाड़ी संख्या 2211 लोकमान्य तिलक कोचुवेली सुपरफास्ट एक्सप्रेस प्लेटफॉर्म क्रमांक 3 पर आ चुकी है. फॉर द काइंड अटेंशन ऑफ पैसेंजर्स ट्रेन 3 पर आएगी. फॉर द काइंड अटेंशन ऑफ पैसेंजर्स ट्रेन नंबर 226009 മംഗലാപുരത്തു നിന്നും കോയമ്പത്തൂർ വരെ പോകുന്ന മംഗലാപുരം കോയമ്പത്തൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. اللهم صل وسلم وبارك عليه وعلى آله. നമ്മുടെ എല്ലാ പുസ്തകങ്ങളിലും ഗ്രന്ഥങ്ങളിലും വളരെ പ്രാധാന്യമുള്ള ഒരു പ്രമാണം മുന്നിൽ വെച്ചുകൊണ്ടാണ് തിരുനബിയുടെ ജീവിതവും ദർശനവും ചർച്ച ചെയ്യുന്നത്. പരിശുദ്ധ ഖുർആനുകൾ കൃത്യമായി സംവിധാനിക്കുകയും ഒരു ദിവസം പോലും അല്ലാഹു വേദഗ്രന്ഥത്തെ ഖുർആനെ സുരക്ഷിതമായി നിലനിർത്തും. ആ പരിശുദ്ധ ഖുർആന്റെ ഒരു വലിയ പ്രത്യേകത അതേതെങ്കിലും ഒരു രാജ്യത്തുള്ള ജനങ്ങൾ മാത്രം അറിയാൻ വേണ്ടി ഉൾക്കൊള്ളാൻ വേണ്ടി അല്ല, മറിച്ച് ഖുർആന്റെ അവതരണം. വിശുദ്ധ ഖുർആൻ സൂറത്തു സഫ് ആ ഭാഗത്ത് നോക്കിയാൽ കാണാം വേറൊരു പ്രവാചകനോട് പറയുന്നത്, യാ ബനി ഇസ്രായീൽ ഇന്നി റസൂലുള്ളാഹി